മലങ്കര സഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ പ്രസംഗിച്ച മാർ അപ്രേം തിരുമേനിക്കെതിരെ യുക്തമായ നടപടി തീരുമാനിക്കാൻ 23-ന് സിനഡ് കൂടുകയാണ്. സിനഡ് കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾ ഭാവി തലമുറയ്ക്ക് മാതൃകയാകുമെന്നാണ് സഭാജനങ്ങളുടെ വിശ്വാസം. എങ്കിലും സംഭവിക്കാൻ പോകുന്നതിന്റെ ആശങ്ക വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു താക്കീതിൽ ഇത് ഒതുക്കുമെന്ന് ചിലരും, വാക്കുകൾ തെറ്റിയതാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന തരത്തിൽ ഒരു വിശദീകരണത്തിൽ ഒതുങ്ങുന്നതാകും നടപടിയെന്നും ചിലരും വിശ്വസിക്കുന്നു. ശക്തമായ നടപടി വരുമെന്ന് ചുരുക്കം ചിലർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എങ്കിലും സഭാസ്ഥാനീയർ ചിന്തിക്കേണ്ട ചിലതുണ്ട്. അപ്രേം തിരുമേനിയുടെ മനസ്സിൽ നിന്ന് പുറത്തു വന്നത് ഒരു വാചക പിശകല്ല, ഉള്ളിൽ ഉയർന്നു പൊങ്ങുന്ന ചിന്താഗതിയാണ്. കോടതി വിധികളിലൂടെയല്ല തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത്. സഭയ്ക്ക് തെറ്റുപറ്റി. സഭ വിശുദ്ധന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ യോഗ്യമല്ലാത്ത വിധം സഭയും വിശ്വാസികളും അധപതിച്ചു. അർഹമായ പള്ളികൾ തിരികെ വാങ്ങുന്നത് തെറ്റായ നടപടിയായതിനാൽ താൻ ഭരിക്കുന്ന ഭദ്രാസനത്തിൽ നടപടി സ്വീകരിക്കുകയില്ല. സിനഡിൽ അംഗീകരിക്കാത്ത കാര്യം തനിക്ക് ശരിയായി തോന്നുന്നതിനാൽ പൊതുജനമധ്യത്തിൽ പറയുന്നു. താൻ സത്യത്തിനു വേണ്ടി പീഡനം ഏറ്റുവാങ്ങാം, എങ്കിലും സത്യം പറയും. താൻ പറയുന്നതാണ് ദൈവികമായ സത്യം. 34 ഭരണഘടനയല്ല, അതിനേക്കാൾ വലിയ മൂല്യങ്ങൾ സഭ കാണിക്കണം. വേദപുസ്തക ചിന്തകളല്ല സഭയുടെ വിശ്വാസം എന്നിങ്ങനെ പോകുന്നു വാക്കുകൾ. ഒരിക്കലും ഇതൊന്നും യാദൃശ്ചികമല്ല, സഭാവിരുദ്ധത തന്നെയാണ്. വാക്ക് പിഴവല്ല, ചിന്താധാരകളിൽ ഉള്ള പിഴവാണ്. ഇതൊരു പള്ളിയിൽ മാത്രമല്ല, 2 പള്ളികളിൽ പറഞ്ഞു. അപ്പോൾ അത് മനഃപൂർവ്വം തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ സഭയ്ക്ക് എത്രമാത്രം അവമതിപ്പ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി എന്ന് പിതാക്കന്മാർ ചിന്തിക്കുക തന്നെ വേണം. സഭയുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന ന്യായം നിരത്തുന്നവർ വാർത്തകൾക്ക് പിന്നിലെ കമന്റുകൾ വായിച്ചു നോക്കണം. അഭിവന്ദ്യരായ പിതാക്കന്മാരെ ബഹുമാനിക്കുന്ന സമൂഹം ആണ് ക്രൈസ്തവ സമൂഹം. പക്ഷെ സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ദുഷ്ടശക്തികൾക്കെതിരെയും ജനങ്ങൾ പ്രതികരിക്കും. അതിന് ഉചിതമായ വേദി മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇത് കാലികമായ മാറ്റമാണ്. ആ മാറ്റത്തെ ഉൾക്കൊള്ളുക. പിതാക്കന്മാർ ഉപദേശിച്ച വിശ്വാസ പാതയിൽ നിന്ന് വിശുദ്ധ ഉപദേശം നൽകിയാൽ പാത്രിയാർക്കീസ് എന്നോ അൽമായൻ എന്നോ സ്ഥാനവ്യത്യാസമില്ല. നേതൃത്വം മുതൽ പൊതുജനം വരെ പ്രതികരിക്കും. ഇന്നലെ വരെ ബഹുമാനിച്ചവർ കല്ലെറിയും. കാരണം സഭയാണ് വലുത്, പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസമാണ് വലുത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്പം കർശനക്കാരനായില്ല എങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തോന്നും പോലെ പെരുമാറും. ഫലം സ്കൂളിന്റെ അച്ചടക്കം പാടെ നശിക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ വീണ്ടും തിരിച്ചു പിടിക്കാൻ വളരെ വിഷമമുള്ള ഒന്നാണ് അച്ചടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലങ്കരയുടെ 1-ാം കാതോലിക്ക ബെസീലിയോസ് പൗലോസ് ഒന്നാമൻ, അതായത് മുറിമറ്റത്തിൽ ബാവ, അറിയപ്പെട്ടിരുന്നത് ചട്ടം നടത്തുന്ന മുറിമറ്റം എന്നായിരുന്നു. അക്കാലത്ത് മുറിമറ്റത്തിൽ ചട്ടം എന്നൊരു പ്രയോഗം പോലും മലങ്കര സഭയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് വന്ന വള്ളിക്കാട്ട് ബാവ കണിക്ഷക്കാരനായിരുന്നു എന്ന് നിശ്ചയം പോരാ. എന്നാൽ കുറിച്ചി ബാവ എന്നറിയപ്പെടുന്ന ബെസീലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ അടുക്കൽ എന്തെങ്കിലും പറയുവാൻ പലരും മടിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആത്മ തേജസ് അത്ര ശക്തമായിരുന്നു. ഔഗേൻ ബാവ പരമസാത്വികനായിരുന്നെങ്കിലും വെറുതെ ആരും അദ്ദേഹത്തോടും ഒന്നും പറയുമായിരുന്നില്ല. വട്ടക്കുന്നേൽ ബാവ എന്ന മാത്യൂസ് പ്രഥമൻ എങ്ങനെയായിരുന്നു എന്ന് അറിയാവുന്ന തലമുറ കഴിഞ്ഞു പോയിട്ടില്ല. പിന്നീട് വന്നവരെയെല്ലാം വിടുക. സേവേറിയൂസ് തിരുമേനി ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ജനം പ്രതീക്ഷിച്ചത് ഒരു മാത്യൂസ് പ്രഥമനെയായിരുന്നു. സെമിനാരിയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് പഠിച്ച ഒരു വൈദികൻ സേവേറിയൂസ് തിരുമേനി കാതോലിക്ക ബാവയായി എന്നറിഞ്ഞപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ അടിവയറ്റിൽ നിന്ന് ഒരു ആന്തൽ ഉണ്ടായിരിക്കുന്നു എന്നാണ്. കാരണം അത്രത്തോളം കർശനക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷെ സത്യം പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ആർക്കും എന്തും ആകാം എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. കത്തെഴുതി മെത്രാൻ ഒരിടത്ത്, ഹോമോ എന്ന് പേരെടുത്ത വേറെ ചിലർ, പരസ്യ വ്യഭിചാരം ചെയ്ത വൈദികനെ തുണച്ചുകൊണ്ട് മറ്റൊരു മെത്രാൻ. ആർക്കും എന്തും ചെയ്യാം. ആരും ചോദിക്കാനില്ല എന്ന തോന്നൽ ആകെ പടർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊല്ലം പഞ്ചായത്ത് കോടതിയിൽ ഈ വിഘടർക്കെതിരെ മൊഴി കൊടുത്ത പരിശുദ്ധ പരിമല തിരുമേനി മുതലുള്ളവരെയെല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് അപ്രേം മെത്രാന്റെ സഭാ വിരുദ്ധത. എന്താണ് ഇതിനർത്ഥം? വിശ്വാസികൾ എന്തിനു വേണ്ടി നിലകൊള്ളണം? സഭയ്ക്ക് നാഥനുണ്ടോ? സഭയ്ക്ക് അച്ചടക്കമുണ്ടോ? ഇതൊന്നുമില്ല എങ്കിൽ, ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ വിശ്വാസികൾക്കും തോന്നിയാസം ആകാമല്ലോ. മാതൃകാപരമായ നടപടിയെടുത്ത് അപ്രേമിനെ ഏതെങ്കിലും ദയറായിൽ വിശ്രമിക്കാൻ വിടണം. കത്തെഴുത്തിന്റെ എഴുത്ത് വേറെ വല്ല സഭയിലും ചേർന്നിട്ടാകട്ടെ. ഹോമോകളെ തിരിച്ചറിയാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച സെമിനാരി വിദ്യാർത്ഥികളോട് അന്വേഷിക്കുക. ഡ്രൈവർമാരെ ഭയക്കുന്ന മെത്രാന്മാർ ഭദ്രാസന ഭരണം ഒഴിയട്ടെ. മറ്റു തരത്തിൽ പേരുദോഷമുള്ളവരെ എല്ലാം ഒതുക്കിയിരുത്തി ഒരു ശുദ്ധീകരണം നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. ഒരു ചട്ടം നടത്തുന്ന മുറിമറ്റമോ വട്ടക്കുന്നേൽ ബാവയോ ആണിന്ന് സഭയ്ക്ക് വേണ്ടത്. ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എണ്ണത്തിൽ ചുരുക്കമായ സഭാവിശ്വാസികളുടെ വികാരമാണിത്.
പരിശുദ്ധ സുന്നഹദോസിൽ നിന്നും ഉചിതമായ തീരുമാനം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനം.